അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അൽഹംദുലില്ലാഹി ലദീ ഹദാന ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹി വഅമില സാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. സൃഷ്ടിക്കുകയും സംവിധാനിക്കുകയും മാർഗദർശനം നൽകി അനുഗ്രഹിക്കുകയും ചെയ്ത അള്ളാഹുവിൽ നിന്നുള്ള സുരക്ഷയും സമാധാനവും നിങ്ങളിൽ ഓരോരുത്തരിലും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അള്ളാഹു ഇഷ്ടപ്പെടുന്ന, അള്ളാഹു സ്നേഹിക്കുന്ന വിഭാഗമാണ് മുഹ്സിനുകൾ. മുഹ്സിനുകളുടെ ക്വാളിറ്റിയിൽ എടുത്തു പറയുന്ന കാര്യം അല്ലദീന യുൻഫിഖൂന ഫിസ്സറായി വല്ലറായി വൽ ഖാലിമീനൽ ഗൈള വൽ ആഫീന അനിന്നാസ്. അവർ സന്തോഷാവസ്ഥയിലും സങ്കടമുള്ളപ്പോഴും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമ്പത്ത് ചിലവഴിക്കും. കൂടാതെ കോപം വന്നാൽ, ദേഷ്യം വന്നാൽ അത് ഒതുക്കി വെക്കുകയും മാപ്പ് നൽകുകയും ചെയ്യും. കോപം ഒരു ഡേഞ്ചറസ് ഇമോഷനാണ്. അത് വന്നാൽ എല്ലാവർക്കും അത് ഒതുക്കി വെക്കാൻ കഴിഞ്ഞെന്ന് വരില്ല, വളരെ ഭക്തിയുള്ള ഒരു വിശ്വാസിക്കല്ലാതെ. തുർമുദി ഉദ്ധരിച്ച ഹദീസിൽ വാചകം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കോപമെന്നാൽ കത്തുന്ന കനലാകുന്നു, അത് ഹൃദയത്തെ പൊള്ളിക്കും. ഒരു സ്വഹാബി വന്ന് പ്രവാചകനോട് പറഞ്ഞു, പ്രവാചകരെ എന്നെ ഉപദേശിച്ചാലും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ കോപിക്കരുത്. വീണ്ടും ചോദിച്ചപ്പോൾ 3 തവണയും പറഞ്ഞത് നീ കോപിക്കരുത് എന്നാണ്. കോപം ഉടലെടുക്കുന്നത് മനസ്സിൽ നിന്നാണ്. അവിടെ കിടന്നത് തിളക്കും, ചൂടാകും, പിന്നെ എന്തും സംഭവിക്കും. ചിലപ്പോഴൊക്കെ റോഡിലും സംഭവിക്കാം. ആരെങ്കിലും നമ്മളെ വെട്ടിച്ച് ക്രോസ് ചെയ്തു പോയാൽ പിന്നെ അവനെ ചേസ് ചെയ്യലായി, രക്തം തിളച്ച് പറയാൻ പാടില്ലാത്തതും ഉപയോഗിക്കാത്തതുമായ വാക്കുകളൊക്കെ വായിൽ നിന്ന് പുറത്തേക്ക് വരും. നീറുന്ന ഒരു കഥ പറയാം. വളരെ നാളത്തെ ആഗ്രഹങ്ങൾക്ക് ശേഷം ഒരാളൊരു കാറ് വാങ്ങി. അത് മുറ്റത്ത് പാർക്ക് ചെയ്തു. പിന്നീട് സുഹൃത്തുക്കളെയൊക്കെ അറിയുകയും ആ കാറിൻ്റെ ഫീച്ചറിനെ കുറിച്ചൊക്കെ വാതോരാതെ സംസാരിക്കുകയും ചെയ്തു. ശബ്ദം കേട്ട് പുറത്ത് വന്ന് നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കുഞ്ഞുമോൻ കയ്യിൽ കല്ലുണ്ട്, ഷാർപ്പായിട്ടുള്ള. അതുകൊണ്ട് പുതിയ കാറിൽ എന്തോ വരച്ചിരിക്കുന്നു. പെയിൻ്റൊക്കെ ഇളകി പരുപരുത്തതായി. ദേഷ്യം കൊണ്ട് ആ കല്ല് വാങ്ങി ആ കുഞ്ഞിൻ്റെ വിരലുകളെ അടിച്ചു തകർത്തു. നിലവിളി കേട്ട് അമ്മ ഓടി വന്നപ്പോൾ കണ്ട കാഴ്ച വളരെ സങ്കടം തോന്നി. ആ പിഞ്ചു കൈകളിൽ നിന്നും രക്തമൊഴുകുന്നു. ഉടനെ കുട്ടിയെ എടുത്തു ഹോസ്പിറ്റലിലേക്ക് ഓടി. വേദന കൊണ്ട് കുട്ടി കരഞ്ഞുകൊണ്ടേയിരുന്നു. അച്ഛൻ ശക്തിയായി അടിച്ച സ്ഥലത്ത് നീലക്കളറായിട്ടുണ്ട്. സൂക്ഷ്മമായി പരിശോധിച്ച ശേഷം ഡോക്ടർ പറഞ്ഞു, 2 വിരലുകൾ മുറിച്ചു മാറ്റണം. ഓപ്പറേഷൻ കഴിഞ്ഞു. വിരലുകൾ നഷ്ടപ്പെട്ട കൈകൾ നോക്കി ആ പിഞ്ചു കുഞ്ഞ് അച്ഛനോട് ചോദിച്ചു, എൻ്റെ പല്ലുകൾ പോയി തിരിച്ചു വന്നതുപോലെ എൻ്റെ വിരലുകളും എപ്പോഴാണ് തിരിച്ചു വരിക എന്ന്. നിഷ്കളങ്കമായ ചോദ്യം കേട്ട് അച്ഛൻ പൊട്ടിക്കരഞ്ഞതല്ലാതെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഹോസ്പിറ്റലിൽ നിന്നും വീട്ടിൽ വന്ന് കാറിലേക്ക് നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ സങ്കടം ഇരട്ടിച്ചു. അതിലെഴുതി വച്ചിരിക്കുന്നു, ഡാഡ് ഐ ലവ് യു. അതിൽ കവിഞ്ഞ കോപം കൊണ്ട് വരുത്തി വെച്ച വിനയായിരുന്നു അത്. മരണം വരെ അദ്ദേഹത്തിന് അത് ഓർത്തുകൊണ്ട് സങ്കടപ്പെടേണ്ടി വന്നു. ദേഷ്യം എങ്ങനെയാണ് നിയന്ത്രിക്കേണ്ടതെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് ചില മാർഗരേഖകൾ നൽകിയിട്ടുണ്ട്. ഒന്ന്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ തന്നെയാണ്. രണ്ടാമത്, കോപം വന്നാൽ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറയണം. ദേഷ്യം വന്നാൽ നിന്നിട്ടാണെങ്കിൽ ഇരിക്കുക, ഇരുന്ന ആളാണെങ്കിൽ എഴുന്നേറ്റ് നിൽക്കുക. പിന്നെ ചെയ്യാനുള്ളത് വുളു എടുക്കുക. അള്ളാഹുവെ, ദേഷ്യവും കോപവും കൊണ്ടുണ്ടാവുന്ന പ്രയാസങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ. ആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.